സ്റ്റാൻലി സാർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പാക് സംഘർഷം, പഹൽഗാം ഭീകരാക്രമണം, ഇതിനെയൊക്കെ നടന്നുകൊണ്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഐക്യരാഷ്ട്ര സഭയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വിശദീകരിക്കാനും അവതരിപ്പിക്കാനുമായി നമ്മുടെ കേന്ദ്രം ഒരു സംഘത്തെ അയക്കുന്നുണ്ട്. ആ സംഘത്തിൽ നമ്മുടെ ശശി തരൂർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ വലിയ ചർച്ചയായി മാറിയത്. കാരണം രാഹുൽ ഗാന്ധി കൊടുത്ത കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി കൊടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ജിഹാദി ലിസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു കൊടുത്തത്. രാഹുൽ ഗാന്ധിയുടെ ആ ലിസ്റ്റിലെ പേരുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും പാകിസ്ഥാനിലേക്ക് ഇവരെ ഒരു പിക്നിക്കിന് വിടുകയാണ്, ഒരു ടൂറിന് വിടുകയാണ് എന്നുള്ളത്. കാരണം പാകിസ്ഥാൻ അനുഭാവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഒരു രാഷ്ട്രീയ ആഭ്യന്തര കാര്യങ്ങളോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളുടെ പേരായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ മമതയുടെ കയ്യും കാലും പിടിച്ച് മഹുവ മൊയ്ത്രിയാണ് ആ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ ശ്രമം നടത്തിയ മറ്റൊരാൾ. ഇത്തരത്തിൽ ഇങ്ങനെ ഐക്യരാഷ്ട്ര സഭയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിനെ റെപ്രസെന്റ് ചെയ്തു പോകുന്ന ആ സംഘത്തിലേക്ക് കയറിപ്പറ്റാൻ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ചില മിടുക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ടീമിൽ ഒരു അംഗത്വം നേടുക എന്നുള്ളതിന്റെ ഒരു ആവശ്യം എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഇത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നത്? ഒപ്പം ഇതിൽ കയറിപ്പറ്റാൻ തിരക്ക് കൂട്ടിയ അല്ലെങ്കിൽ വെപ്രാളം കാണിച്ച ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. അതായത് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഡോക്ടറാണെങ്കിലും സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും ഏത് ഫീൽഡിലുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു അംഗീകാരമാണ്. രാജ്യം തരുന്ന അംഗീകാരമാണ്, നമ്മുടെ കഴിവിനുള്ള അംഗീകാരമാണ്. ഞാൻ തന്നെ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റിയെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രാജ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുപോലെ പഠിക്കണം, അതുപോലെ ഉത്തരവാദിത്വം വേണം, അവിടെ പറയുന്ന വാക്കുകൾക്കും പെരുമാറ്റത്തിനും എല്ലാം നിയന്ത്രണം വേണം. മറ്റുള്ള രാജ്യക്കാരുടെ ഒപ്പം നിൽക്കാനും അവരെ പ്രൊഫഷണൽ ആയിട്ട് തോൽപ്പിക്കാനുമുള്ള കപ്പാസിറ്റിയും പ്രിപ്പറേഷനും വേണം. ചുമ്മാ എവിടെയെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ പോയി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഇപ്പൊ നടക്കുമ്പോൾ, ഭീകരാക്രമണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്ന് ഇന്ത്യയുടെ കേസ് പ്രസന്റ് ചെയ്യുക, ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള രീതിയിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടോടുകൂടിയാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യ വിശ്വസിച്ച് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അപ്പൊ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ കയറണമെന്ന് വിചാരിക്കുക. അപ്പൊ 3 ഓപ്ഷൻ ഉണ്ട്: 2020-ൽ കയറാം, അല്ലെങ്കിൽ വൺ ഡേ മാച്ചിൽ കയറാം, അല്ലെങ്കിൽ ടെസ്റ്റിൽ കയറാം. ഈ 3 ഫോർമാറ്റിൽ എവിടെ കയറിയാലും അയാൾ ഇന്ത്യൻ ടീമിൽ അംഗമാണ്. അതുപോലെ ഏത് സ്പോർട്സ് എടുക്കുന്ന ആൾക്കും ഒളിമ്പിക്സിൽ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ഒളിമ്പ്യൻ, മെഡൽ കിട്ടിയോ ഇല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, ഒളിമ്പ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. മെഡൽ കിട്ടിയവന് ഒളിമ്പിക് മെഡലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഇത് പൊളിറ്റിക്സിന്റെ ഒളിമ്പിക്സ് ആണ്, ഇപ്പൊ നടക്കുന്നത് പൊളിറ്റിക്സിന്റെ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതില് രാജ്യം ഉത്തരവാദിത്വപൂർവമാണ് അതിൽ പോകേണ്ട, രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട കളിക്കാരെ അല്ലെങ്കിൽ എം പിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏത് പാർട്ടി എന്ന് നോക്കിയിട്ടല്ല, അവരുടെ കാലിബറും ആറ്റിറ്റ്യൂഡും അവരുടെ രാജ്യത്തോടുള്ള ലോയൽറ്റി, അവരുടെ ഈ കാര്യത്തിൽ അവര് രാജ്യത്തിന്റെ കൂടെ നിൽക്കുവോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്ലോട്ട് കൊടുത്തിട്ട് ആ സ്ലോട്ടിനനുസരിച്ച് ഒരു 4-5 പേരെ എടുത്തു ആ പാർട്ടിയിലെ ഏറ്റവും വലിയ റൗഡിയെയും ഉഴപ്പനെയും വിവരദോഷിയും എല്ലാം ഇങ്ങ് തന്നേക്കാൻ പറയുകയല്ല ചെയ്തത്. പപ്പുവിനും പാർട്ടിക്കും അബദ്ധം പറ്റിയത്, പപ്പു വിചാരിച്ച് പ്രതിപക്ഷം ആയതുകൊണ്ട് കോൺഗ്രസിന് ഒരു 3-4 സ്ലോട്ട് കിട്ടും, ആ സ്ലോട്ടില് കുറെ ജിഹാദികളെയും കുറെ അടിമക്കമ്മികളെയൊക്കെ കയറ്റിവിടാവുന്നതാണ് പപ്പു വിചാരിച്ചത്. പപ്പു ഒരുത്തന്റെ പേര് എഴുതിയത് സത്യപ്രതിജ്ഞാ സമയത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചവന്റെ പേരാ കൊടുത്തത് ഒന്ന്. പിന്നെ വേറൊരുത്തന്റെ പേര്, ഒരു ആസാമിയുടെ പേര് കൊടുത്തത്. അവൻ പാകിസ്ഥാനിൽ ചെയ്തിട്ട് 14 ദിവസം മുങ്ങി. സുന്നത്തി ചെയ്തത് കരിയാൻ വേണ്ടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ദുരൂഹമായ ചരിത്രങ്ങളുള്ളവരുടെ പേരാണ് കോൺഗ്രസ് കൊടുത്തത്. അതിൽ ഒരു കൊള്ളാവുന്നവനുണ്ടായിരുന്നു, അവനെ ഗവൺമെന്റ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഗവൺമെന്റ് ഉദ്ദേശിച്ച മെറിറ്റോ കാര്യങ്ങളോ പലരും ഉണ്ടായില്ല. ഇപ്പൊ എടുത്ത ഒരു ലിസ്റ്റ് നോക്കിയാൽ കരുണാനിധിയുടെ മകള് കനിമൊഴി എടുത്തു. കനിമൊഴി നല്ലൊരു സ്പീക്കറാണ്. അതുപോലെ പവാറിന്റെ മോള് സുപ്രിയ സുലെ എടുത്തു. അതുപോലെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശ്രീ വി മുരളീധരൻ ജി എടുത്തു. അങ്ങനെ ആ രീതിയിലുള്ള ആൾക്കാരെ എടുത്തു. അതുപോലെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും KCPM-ന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ബ്രിട്ടാസിനെ എടുത്തു. ബ്രിട്ടാസ് അവിടെ ചെന്നിട്ട് എന്ത് പറയൂ എന്നുള്ളത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പറയാം, ബ്രിട്ടാസിന്റെ സ്വഭാവം വെച്ച്. എന്താണേലും ബ്രിട്ടാസിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ
പാകിസ്ഥാന്റെ കൂടെ നിൽക്കും എന്ന് കരുതിയ പാകിസ്ഥാൻ പണ്ട് ചോദിക്കുകയും കിട്ടാതെ കിട്ടിക്കഴിഞ്ഞപ്പം മാപ്പിളസ്ഥാൻ ഇല്ലായിരുന്നു എന്നും പറഞ്ഞ് ഇവിടെ നിന്നുകൊണ്ടിരുന്ന ലീഗുകാരന്റെ പ്രതിനിധിയെ എടുത്തിട്ടുണ്ട് ഗൾഫിലോട്ട് പോകാൻ വേണ്ടി. ഇതൊക്കെ ഗവൺമെന്റ് ആരെ എവിടെ അയക്കണം, ആരെന്ത് പറയുമെന്നൊക്കെ കൃത്യമായിട്ട് ആലോചിച്ചും ചോദിച്ചുമാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത പപ്പുവും പാർട്ടിയും ശശി തരൂരിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. അവിടെയാണ് അവർക്ക് പിഴച്ചത്. ശശി തരൂരിനെ പരിധിക്ക് നിർത്താൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചത്. ഇത് യുദ്ധം നടക്കുകയാണ്. അപ്പോ വ്യക്തിപരമായ പോയിന്റ് സ്കോറിംഗ് അല്ല ചെയ്യേണ്ടത്, രാജ്യത്തിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ശശി തരൂരിനെതിരെ നടപടി എടുക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ട്. അത് ചെയ്യേണ്ടതിന് പകരം ആദ്യമേ കയറി പപ്പു അബദ്ധം കാണിച്ചു. കൂടെയുള്ളവന്മാർ അതിലും വലിയ മണ്ടത്തരങ്ങൾ കാണിച്ചു. വാർ റൂം വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർ മണ്ടത്തരങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് സൃഷ്ടിച്ചത്. ഇനി കേരളത്തിൽ നിന്നും യഥാർത്ഥത്തിൽ കുറച്ചു പേർക്ക് കൂടെ ചാൻസ് കിട്ടേണ്ടതായിരുന്നു. കേരളത്തിൽ നിന്ന് 2 കേരള കോൺഗ്രസും 5 കോൺഗ്രസുമായിട്ട് 7 ക്രിസ്ത്യൻ എം പിമാരുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻ എം പിമാർക്ക് ചാൻസ് കിട്ടിയില്ല. കാരണം മെജോറിറ്റി ക്രിസ്ത്യൻ രാജ്യങ്ങളിലോട്ടാണ് ഈ ഡെലിഗേഷൻ പോകുന്നത്. യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയ അങ്ങനെയുള്ള പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ആർക്കും കിട്ടിയില്ല. എന്താണ് കാരണം? ഇവിടുത്തെ KCBCയും CBCIയും സഭാ സമൂഹവും മെത്രാന്മാരും കരഞ്ഞു പറഞ്ഞിട്ടും സഭയുടെ കൂടെയും വിശ്വാസത്തിന്റെ കൂടെയും രാജ്യത്തിന്റെ കൂടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയും നിൽക്കാതെ ഒരുവ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി വഖഫിന്റെ കൂടെ നിന്നു. കേരളത്തിലെ 2 കേരള കോൺഗ്രസ് എം പിമാരും 5 കോൺഗ്രസ് എം പിമാരും വഖഫിന്റെ കൂടെ നിന്നു. അതോടുകൂടി അവർക്കുണ്ടായിരുന്ന ചാൻസ് ഇല്ലാണ്ടായി. ഇപ്പം കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് പോകാവുന്ന ചാൻസ് ആയിരുന്നു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത്. സ്വന്തം കരിയറിലും സ്വന്തം ജീവിതത്തിലും ഒരു വലിയ ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് ആയിരുന്നു ഇന്ത്യയുടെ ചീഫ് ഡെലിഗേറ്റ് ആയിട്ട് പോകുക എന്നുള്ളത്. പക്ഷേ കുഞ്ഞുവാണിക്കും ഫ്രാൻസിസ് ജോർജിനും ഹൈബിക്കും ബെന്നിക്കും ഡീനും ആൻഡോയ്ക്കും ഒന്നും അവിടെ കയറാൻ പറ്റിയില്ല. എന്താ കാരണം? മെത്രാന്മാർ പറയുന്നത് കേട്ട് കുരിശും വരച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് മിടുക്കനായിട്ട് പോകാമായിരുന്നു. ഇപ്പം മെത്രാനെ ധിക്കരിച്ചതിനും കർത്താവിനെ ധിക്കരിച്ചതിനും സഭയെ ധിക്കരിച്ചതിനും രാജ്യത്തെ ധിക്കരിച്ചതിനും ഉള്ള ബലം പയ്യെ കിട്ടാൻ തുടങ്ങി. ന്യായമായിട്ടും കിട്ടേണ്ടിയിരുന്ന ഒരു പോസ്റ്റ് ഇവർക്ക് ഇല്ലാണ്ടായി. ഈ വഖഫ് ജിൻഡോ പറയുന്നത് കേട്ട് വഖഫിന്റെ കൂടെ പോയതാണ് ഇവർക്ക് ഗുരുക്കാകാൻ കാരണം. ആരും മിണ്ടുന്നില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, യുദ്ധം തുടങ്ങിയിട്ട് ആക്രമണം, അതായത് പകൽഗാം ആക്രമണം അത് കഴിഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1 മാസമാവും. ഈ 1 മാസത്തിന്റെ ഇടയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു UDFന്റെ ക്രിസ്ത്യൻ നേതാവ് പട്ടാളക്കാരെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ഈ മരിച്ചവർക്ക് ആദരവർപ്പിക്കുകയോ ഈ പാവപ്പെട്ട ആൾക്കാരെ തുണി പൊക്കി നോക്കി മതം നോക്കി കൊന്നവരെ അപലപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ UDF കൃത്യമായിട്ട് പകൽഗാം ആക്രമിക്കുന്ന തീവ്രവാദികളുടെ കൂടെയായിരുന്നു. പകൽഗാം ആക്രമിച്ച തീവ്രവാദികളെ ഹമാസ് ആണ് ട്രെയിനിങ് നടത്തിയത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് UDF പിന്നോട്ട് പോയില്ല. വഖഫ് ബില്ലിലും ഇത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ ചൂസ് ചെയ്തപ്പം കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ എം പിമാര് ഇന്ത്യയുടെ കൂടെ നിൽക്കത്തില്ല, പാകിസ്ഥാന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് കൃത്യമായി അഡ്വാൻസ് ആയി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ഈ സെലക്ഷനിൽ സംഭവിച്ചത്. അതേക്കാളും കേന്ദ്ര ഗവൺമെന്റിന് നന്ദി പറയുന്നു. കാരണം ഈ കള്ള കുഞ്ഞാടുകളെ വിട്ടിരുന്നെങ്കിൽ ഇവന്മാർ അവിടെ പോയി വിദേശത്ത് പോയി എന്തെങ്കിലും രാജ്യദ്രോഹം നടത്തിയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സെലക്ഷൻ എക്സലന്റ് ആണ്. ഈ സെലക്ഷൻ കിട്ടിയ ആൾക്കാരൊക്കെ രാജ്യത്തിന്റെ കൂടെ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ശശി തരൂരിന്റെ പിന്നെ അവസാനം TMC ഒരു പ്രപ്പോസൽ വെച്ചു. ശശി തരൂരിന്റെ ടീമിൽ പത്താൻ വേണ്ട, യൂസുഫ് പത്താൻ വേണ്ട, അയാൾ ഒരു ക്രിക്കറ്ററാണ്, അയാളെയാണ് കേന്ദ്ര ഗവൺമെന്റ് സെലക്ട് ചെയ്തത്. പക്ഷെ പത്താൻ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, അപ്പുറത്തെ നിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പത്താൻ സ്വയം ഒഴിവായി. അതിന് പകരം മമത നിർദ്ദേശിച്ചിരിക്കുന്നത് മഹുവ മൊയ്ത്രയാണ്. മഹുവ മൊയ്ത്രയെ ടീമിലിട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഫോട്ടോയിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതാ, അതും ശശി അണ്ണന്റെ കൂടെ. അപ്പൊ അതുകൊണ്ട് മഹുവ മൊയ്ത്രയെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കത്തില്ല. കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ അത് കൂടുതൽ നാറും. അപ്പൊ അതുകൊണ്ട് അതേപ്പറ്റി പറയുന്നില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യവും കൃത്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആൾക്കാര്, നല്ല സ്വഭാവശുദ്ധിയുള്ള ആൾക്കാരെയൊക്കെ ഇനി കേന്ദ്രത്തിലോട്ട് എടുക്കത്തുള്ളൂ. ഒരു തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി മെത്രാന്മാരെയും സഭയെയും അൽമായരെയും പറ്റിച്ചവര് വീട്ടിലിരുന്ന് ഇതൊക്കെ കാണുക. കേരള കോൺഗ്രസ്സുകാർക്കുള്ള ഒരു പാഠമാണിത്. ജിഹാദികളുടെ കൂടെ കൂടുന്ന കുഞ്ഞാടുകൾക്കുള്ള ഒരു പാഠവും കൂടിയാണിത്. രാജ്യം വേറൊരു ന്യൂ നോർമലിലേക്ക്, പ്രധാനമന്ത്രി പറഞ്ഞ പോലെ വേറൊരു പോളിസിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ കുഞ്ഞാട് രാഷ്ട്രീയക്കാര് തയ്യാറാകുക.
അല്ലാതെ ഇനിയും വഖഫിന്റെ കൂടെയും പാകിസ്ഥാന്റെ കൂടെ ഒന്നും നിന്ന് കേരളത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വഖഫ് ജിൻഡോയും അനുയായികളും മനസ്സിലാക്കുക. ഇതാണ് ഈ സെലക്ഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.